നാമത്തിലുള്ള കുറുമള്ളൂർ പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെടുമ്പോൾ നമുക്കിവരെ രണ്ടുപേരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുവാനും ഇവരുടെ ആത്മസമർപ്പണത്തിൻ്റെ ഉടമ്പടിയായി ഈ ജീവിതം ഇന്ന് ആരംഭിക്കുമ്പോൾ ജീവിതാന്ത്യം വരെ നിലനിൽക്കുവാനായിട്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അനുകരണം ആന്തരികമാകുന്നു, അവരുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കടഞ്ഞടങ്ങുന്ന മുതൽ വഴിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ശൈത്യമുള്ളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മെശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യപരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനം അമർത്യനേ, നിൻകൃപകൾ കേൾക്കണമേ. വിശുദ്ധ പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ ഉരുവാക്കിവെച്ചാൽ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാക്കി മുടികളായി പിന്നെ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശുദ്ധമായ സാമ്യവും ശാന്തമായ ആത്മാവിലാകുന്ന അടിശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ വ്യത്യാസ ചെയ്യുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അനുകരിക്കുകയും ഞങ്ങൾ ഭാര്യമാരെ അനുകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അപ്രാതെ നാടായിനെ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ദൈവത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതാനുഭവങ്ങൾക്ക് തുല്യ അവകാശത്തിന് അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടായിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സഹോദരനാ പാടിടാ
ഹല്ലേലൂയ പാടിടാം. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അധ്യായം 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ജോസച്ച, വിവാഹമെന്ന വിശുദ്ധമായ കുദാശയിലൂടെ വിശുദ്ധമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവൻ ഉഷസ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മാലാഖമാർ പാടുന്ന, സ്വർഗം തുറക്കുന്ന, ഏതേൻ കുടുംബത്തിന്റെ ദൈവം അനുഗ്രഹം ചൊരിയുന്ന സുന്ദരമായ നിമിഷമാണ് ജീവനും ഉഷസ്സും ഒന്നായി മാറുന്ന പരിശുദ്ധമായ ഈ നിമിഷങ്ങള്. ജീവന്റെയും ഉഷസ്സിന്റെയും ജീവിതത്തില് മാലാഖമാർ ഇപ്പോൾ പാടിയെങ്കിൽ ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ഗാനം നിർത്താതെ മാലാഖമാർ നിരന്തരം പാടുവാനും, ഈ നിമിഷം സ്വർഗം തുറന്നുവെങ്കിൽ ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ വാതിൽ അടയ്ക്കാതിരിക്കുവാനും, ഏതേൻ കുടുംബത്തിന്റെ ദൈവം ഈ നിമിഷം അനുഗ്രഹം ചൊരിഞ്ഞെങ്കിൽ നിർത്താതെ അനുഗ്രഹം തുടരുവാനും, ദൈവമേ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിവർക്ക് വേണ്ടി ഈ നിമിഷം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ജീവന്റെ ജീവനായി മാറുകയാണ് ഈ നിമിഷം ഉഷസ്. ഉഷസിന്റെ ജീവന്റെ ജീവനായി ജീവനും മാറ്റപ്പെടുന്ന അനുഗ്രഹീതമായ മുഹൂർത്തമാണ് ഇത്. ഇവര് രണ്ടുപേരും പ്രീ മാരേജ് കോഴ്സ് കൂടിയത് ചൈതന്യയിലായിരുന്നു.
ചൈതന്യയിൽ സേവനം ചെയ്യുന്ന അച്ഛനെന്ന നിലയിൽ കോഴ്സിന്റെ സമയത്ത് ഇന്റർവെല് കിട്ടുമ്പോൾ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഇരുന്ന് വർത്താനം പറഞ്ഞ മാവാണ് ഇപ്പോൾ ഏറ്റവും അധികം ഈ വർഷം പൂത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരൊന്ന് ചേരുമ്പോൾ അത്ഭുതങ്ങൾ ഭൂമി പോലും പ്രകൃതി പോലും പ്രവർത്തിക്കുമെങ്കിൽ ജീവനും ഉഷസ്സും ഒന്നാകുമ്പോൾ ഇവിടെ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവിന്റെ സന്തോഷം എന്നും അനുഭവിക്കുവാൻ ജീവനും ഉഷസ്സിനും ആവണം. ജീവൻ ഉഷസ്സിനെ ദൈവം സമാനമായി നൽകി, ഉഷസ്സിനെ ജീവന് സമാനമായി നൽകി. ഇവർ രണ്ടുപേരും സ്നേഹത്തിൽ മത്സരിക്കുമ്പോൾ, ഇവരുപേരും പൊന്നുപോലെ സ്നേഹിക്കുമ്പോൾ ഇവർക്ക് സമ്മാനം നൽകിയ ദൈവം സന്തോഷിക്കുന്നുണ്ടാവും. ഞാൻ നൽകിയ സമ്മാനം ജീവൻ ഇഷ്ടപ്പെട്ടു, ഞാൻ നൽകിയ സമ്മാനം ഉഷസ്സിന് ഇഷ്ടപ്പെട്ടു. ആ സമ്മാനം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുമ്പോൾ ദൈവം പറയും, ഞാൻ കൊടുത്ത സമ്മാനമാണ് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മാലാഖമാർ തുടർന്നും പാടും, ദൈവം തുടർന്നും അനുഗ്രഹം ഭക്ഷിക്കും, സ്വർഗത്തിന്റെ വാതിൽ അടയാതെ അവിടുന്ന് കാവൽക്കാരനെ നിർത്തും. ആ ഒരു വലിയ നിറവിലേക്ക് ജീവന്റെയും ഉഷസ്സിന്റെയും പരസ്പരം ചേർന്നുള്ള കുടുംബജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പേരിലും ജീവനും ഉഷസ്സിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനയോടെ നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദിയിൽ പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാപരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ജീവൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഉഷസ്സിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ഉഷസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജീവനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് അബ്രാഹത്തിന്റെയും സ്വഭാവത്തിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണപ്പെടുത്തി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി ഇരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെച്ചിരിക്കുന്നു.
കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വിളിച്ചിട്ട് കൃപാപരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
വിഭാഗം എന്ന ഗോദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കണമേ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. But
Salaikonu paisa berkon lalam Amin. Ah